വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് നമുക്ക് പീരിയഡ്സ് ആകാൻ പോകുന്നതിന്റെ ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാറുണ്ട്, ചേച്ചി ഇന്ന ലക്ഷണം പറഞ്ഞിട്ട് ഇത് പീരിയഡ്സ് ആവാനാണോ, ഇത് പ്രഗ്നൻസി ആവാനാണോ എന്ന് മനസ്സിലാകുന്നില്ല, പീരിയഡ്സ് ആണോ പ്രഗ്നൻസി ആണോ ആവാനായിട്ടുള്ളതെന്ന് ചേച്ചി ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കമന്റ്സിൽ വന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, പീരിയഡ്സ് ആണോ പ്രഗ്നൻസി ആണോ എന്ന് ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്നാ പിന്നെ പീരിയഡ്സിന്റെ കുറച്ച് ലക്ഷണങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാം. നമ്മുടെ ചാനലിൽ ടെലഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ജോയിൻ ബട്ടൺ ഇനേബിൾ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ടെലഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ചാനൽ കയറി നോക്കി യൂട്യൂബിൽ ദിജോസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തതിന് ശേഷം ചാനലിന്റെ ഐക്കൺ വരും. അതിൽ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടപ്പുറത്തായിട്ട് ജോയിൻ ബട്ടൺ, ഒരു സ്റ്റാർ പോലുള്ള ഒരു ബട്ടൺ ഇനേബിൾ ആക്കി ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 159 രൂപയ്ക്കും 89 രൂപയ്ക്കും മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ടെലഗ്രാം അക്കൗണ്ടിന്റെ ബെനിഫിറ്റ്സ് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോംപ്റ്റ് ആയിട്ടുള്ള റിപ്ലൈ, അതായത് കമന്റ്സ് ഇടുമ്പോൾ തന്നെ വാട്സാപ്പ് പോലെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുവാണല്ലോ, അപ്പോൾ പ്രോംപ്റ്റ് ആയിട്ടുള്ള റിപ്ലൈ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്പോർട്ട്സോ വോയിസ് കോളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ജനുവരി മുതൽ നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഓവുലേഷൻ ടൈം ആണോ ഇതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ട് കൊടുക്കുക, എന്തെല്ലാം എക്സസൈസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരിക, എന്തെല്ലാം ഫുഡ് ഐറ്റംസ് ആഫ്റ്റർ ഓവുലേഷനും ബിഫോർ ഓവുലേഷനും എടുക്കണമെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞു തരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലഗ്രാം അക്കൗണ്ടിന്റെ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ചാനലിൽ കയറിയിട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള പോസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നോക്കി നിങ്ങൾക്ക് അവൈലബിൾ ആക്കാവുന്നതാണ്. ഡയറക്റ്റ് ടെലഗ്രാം ലിങ്കിലോട്ട് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പീരിയഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓവുലേഷൻ നടന്നതിന് ശേഷം നമ്മുടെ എഗ്ഗും പുരുഷന്റെ സ്പോമും തമ്മിൽ ജോയിൻ ആയിട്ടില്ല എങ്കിൽ ആ ഒരു മാസത്തെ മെൻസ്ട്രൽ സൈക്കിളിന്റെ അവസാനം ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഒരു ഡ്രോപ്പ് ഉണ്ടാകും. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഡ്രോപ്പ് വന്നതിന് ശേഷം നമ്മുടെ യൂട്രസിന്റെ ലൈനിങ് ഒന്ന് ഷെഡ് ആയതിനു ശേഷം നമുക്കത് ബ്ലീഡിംഗ് ആയിട്ട് പോകും. ആ മാസത്തിൽ നമ്മുടെ ഒരു കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിന്നിരുന്ന ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ ഒന്ന് ഷെഡ് ആയിട്ട് നമുക്ക് പീരിയഡ്സ് ആയിട്ട് അത് പോകാറാണ് പതിവ്. ഈ പീരിയഡ്സ് ആവുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ചിലർക്ക് ഒരുപാട് ലക്ഷണങ്ങൾ, ഭയങ്കര വേഴ്സ് ആയിട്ടായിരിക്കും ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ മറ്റു ചിലർക്ക് എന്ന് പറയുന്നത് പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ വളരെയധികം കുറവായിരിക്കും. എന്നാൽ ചില സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവർക്ക് പ്രീ മെൻസ്ട്രൽ സിംറ്റംസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ലക്ഷണങ്ങൾ ഉണ്ടാകും. നമുക്ക് പീരിയഡ്സ് ആകാൻ തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ 3 ദിവസം മുമ്പോ ഒക്കെ കണ്ടുവരുന്നതാണ് പ്രീ മെൻസ്ട്രൽ സിംറ്റംസ്. അൺഫോർച്ചുനേറ്റ്ലി പീരിയഡ് സിംറ്റംസും പ്രഗ്നൻസി സിംറ്റംസും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കരധികം കൺഫ്യൂസ്ഡ് ആണ്. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇംപ്ലാന്റേഷൻ ടൈമിൽ ആ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ പീരിയഡ്സ് ആകാനാണോ പ്രഗ്നൻസി ആകാനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന സമയത്ത് എല്ലാവരും ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരുവിധം എല്ലാവരിലും തന്നെ ഉണ്ടാകുന്ന കോമൺ ആയിട്ട് വരുന്ന പീരിയഡ്സിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് വയറുവേദനയാണ്. നമുക്ക് വയറിന്റെ ആ ഒരു പൊക്കിളിന്റെ താഴെയുള്ള ഭാഗത്തായിരിക്കും നമുക്ക് ഒരു വേദന ഉണ്ടാകുന്നത്. പൊക്കിളിന്റെയും ആ ഒരു നാഭിയുടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന ആ ഒരു ഭാഗത്തായിട്ടായിരിക്കും, അതിനിടയിലുള്ള ഭാഗത്തായിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ക്രാംസ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ക്രാംസ് നമുക്ക് ലോവർ അബ്ഡോമൻ ഭാഗത്തോ അല്ലെങ്കിൽ ഒരു ക്രാംസ് നമുക്ക് വരുന്നത് ബാക്ക് സൈഡിലോ ആയിരിക്കും. നടുവേദനയായിട്ടോ അടിവേർ വേദനയായിട്ടോ നമുക്ക് ഈ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ പ്രഗ്നൻസിയുടെ ബ്ലീഡിങ്ങുമായിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പീരിയഡ്സിന്റെ ബ്ലീഡിങ്ങിനെ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയഡ്സിന്റെ ആ ഒരു പെയിൻ നമുക്ക് വന്നു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തിനകം നമുക്ക് എന്തായാലും ബ്ലീഡിങ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി പീരിയഡ്സ് അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ഇനി ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇടയ്ക്ക് സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ബ്ലീഡിങ്ങോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങുമായിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ്, പീരിയഡ്സിന്റെ ബ്ലീഡിങ്ങുമായിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്ലീഡിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലക്ഷണങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. ആ ബ്ലീഡിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ലക്ഷണങ്ങൾ സ്റ്റോപ്പ് ആയിട്ടുള്ളൂവെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് വന്നത് പീരിയഡ്സ് ആണ്. എന്നാൽ അതിന് ശേഷവും നമുക്ക് ലക്ഷണങ്ങൾ വരുന്നുണ്ട്, വളരെ കുറച്ച് മാത്രമേ ബ്ലീഡിങ് ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു ദിവസം മാത്രമേ നമുക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ ചിലപ്പോൾ അത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിന്റെയും ലക്ഷണമാകാം. പിന്നെ ഒരു കാര്യങ്ങളോട് നിങ്ങൾ ശ്രദ്ധിക്കണം, PCOD ഉള്ളവർക്കും തൈറോയ്ഡ് ഉള്ളവർക്കും അമിതമായിട്ടുള്ള വണ്ണമുള്ളവർക്കും ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് നോർമലാണ്. ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അനീമിക് ആയിട്ടുള്ളവർക്കും പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് കുറവായിരിക്കും. ആ ഒരു കണ്ടീഷനിലൊന്നും നിങ്ങളില്ല, നിങ്ങൾക്ക് നോർമലായിട്ട് ബ്ലീഡിംഗ് പോകുന്നവർക്ക് പെട്ടെന്നാണ് അങ്ങനെ ഒരു കുറവ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ ശരീരം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഒന്ന് ഹെവി ആയിട്ട് പോലെ, നമ്മുടെ വയറൊന്ന് ഹെവി ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു.
ഈ ഒരു വ്യത്യാസം നമുക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ആ ഒരു സമയത്ത് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഒന്ന് ഡ്രോപ്പ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതുകൊണ്ടാണ്. പ്രൊജസ്ട്രോൺ ഹോർമോൺ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഒന്ന് കുറയുന്നത് കൊണ്ടാണ് നമുക്ക് പീരിയഡ്സ് ഉണ്ടാവുന്നതല്ലോ. അപ്പൊ അതുകൊണ്ടിട്ടാണ് നമുക്ക് ഒരു ബ്ലോട്ടിംഗ് സെൻസേഷൻ അവിടെ ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഈ ബ്ലോട്ടിംഗ് സെൻസേഷൻ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ബ്ലീഡിംഗ് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനുശേഷവും നിങ്ങൾക്ക് ബ്ലീഡിങ്ങിന് ശേഷവും നിങ്ങൾക്ക് ഈ ബ്ലോട്ടിംഗ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് മുഖത്ത് പിമ്പിൾസ് വരിക എന്നുള്ളതാണ്. ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മുഖത്തൊക്കെ പിമ്പിൾസ് വരുന്നത് കേട്ടോ. ഈ പിമ്പിൾസ് നമുക്ക് ഉണ്ടാകുന്നത് പ്രഗ്നൻസിയുടെ സമയത്തും അതുപോലെ തന്നെ പീരിയഡ്സിന്റെ സമയത്ത് നമുക്ക് പിമ്പിൾസ് ഉണ്ടാകും. അപ്പോൾ ഒരു മുഖക്കുരു നമുക്ക് മുഖത്ത് കണ്ടു കഴിഞ്ഞാൽ അത് പ്രഗ്നൻസിയുടേതാണോ പീരിയഡ്സിന്റെ ആണോ എന്ന് നമുക്ക് തുടക്കത്തിൽ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് നമ്മുടെ പീരിയഡ്സ് മിസ്സാകണം. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ തുടക്കത്തിൽ 2 കാര്യങ്ങളിലും പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ബ്ലീഡിംഗ് എത്രത്തോളം വരുന്നുണ്ടോ എന്നും അതുപോലെ തന്നെ ബ്ലീഡിംഗ് കഴിയുന്നതിന് ശേഷവും പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടോ എന്നും കൂടി നമ്മൾ നോക്കണം. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റ് ആണ്. നമ്മുടെ ബ്രസ്റ്റ് ആ ഒരു ഹോർമോൺ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ബ്രസ്റ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു ചേഞ്ചസ് നമ്മുടെ ബ്രസ്റ്റിലും ഫീൽ ചെയ്യുന്നു. ചിലവർക്കൊക്കെ പീരിയഡ്സ് ആവുന്ന സമയത്ത് ബ്രസ്റ്റ് തൊടുമ്പോൾ തന്നെ അമിതമായിട്ടുള്ള വേദന ഉണ്ടാകും. ആ ഒരു ബ്ലീഡിങ് തുടങ്ങി കഴിയുമ്പോൾ ഒരു സെക്കൻഡ് ഡേ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഗ്രാജുവലി ആ ഒരു പെയിൻ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ശേഷം പീരിയഡ്സിന്റെ ബ്ലീഡിങ് വന്നതിന് ശേഷവും ആ ഒരു പെയിൻ കുറയുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. അടുത്തൊരു സെൻസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ടയേർഡ് ആയിട്ട് നിൽക്കുക. അതുപോലെ തന്നെ നമുക്ക് മൂഡ് സ്വിങ്സ് അനുഭവപ്പെടുക. നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺസിന്റെ അത്രയും നേരം വരെ പീക്കിൽ നിന്നിരുന്നിരുന്ന പ്രൊജസ്ട്രോൺ ഹോർമോൺ ഒന്നും കൂടി കുറയുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഈ 2 വ്യത്യാസങ്ങളും നമ്മുടെ ആ ഒരു മൂഡിൽ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഒരുപാട് ടയേർഡ് ആവുന്നത് പോലെ തോന്നുന്നു. ടയേർഡ് ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് താല്പര്യം ഇല്ലാത്തത് പോലെയുള്ള ഒരു ഫീലിംഗ്സ് ആണ് നമുക്ക് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചിലരിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ് മൂഡ് സ്വിങ്സ്. നമുക്ക് പെട്ടെന്ന് ദേഷ്യം അനുഭവപ്പെടുക. ഈ ഒരു സെൻസേഷൻ ഒക്കെ പലർക്കും ഉണ്ടാകുന്നത് ഒരു ഹോർമോൺ ഫ്ലക്ച്വേഷൻ കൊണ്ടാണ്. അതുപോലെ തന്നെ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉള്ളവർക്കും PCOD ഉള്ളവർക്കും അത്തരത്തിലുള്ള ഹോർമോൺ ചേഞ്ചസ് അവരുടെ ശരീരത്തിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഞാൻ ഇത്രയും ലക്ഷണങ്ങൾ നിങ്ങളോട് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ എല്ലാവരും കമന്റ്സിൽ ചോദിക്കേണ്ട ഒരു കാര്യമായിരിക്കും, ഇതെല്ലാം തന്നെയല്ലേ പ്രഗ്നൻസിയുടെ സമയത്ത് ഉണ്ടാവുന്നത്, അപ്പൊ എങ്ങനെ ഇത് വേർതിരിച്ചറിയും എന്നുള്ളത്. നമുക്ക് എളുപ്പത്തിൽ ഇപ്പൊ ഒരു ഡോക്ടർ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളോട് പറയുന്നത് നിങ്ങൾ പീരിയഡ്സ് മിസ് ആകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യാനാണ് ഡോക്ടർ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഏർലി സ്റ്റേജിലൊക്കെ നമുക്ക് ഒരു സ്കാനിങ്ങിലൂടെ ഈ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും ആ ഒരു HCG ഹോർമോണിന്റെ അളവ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തണം. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഡോക്ടേഴ്സും IUIക്ക് മുമ്പായിട്ട്, IUIയുടെ കാറ്റഗറിയിൽ ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ, IUIയുടെ ആണെങ്കിൽ 14th ഡേ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറയും. എന്നാൽ നേരെ മറിച്ച് ബാക്കി പല ഡോക്ടേഴ്സും നമ്മളോട് പറയുന്നത് പീരിയഡ്സ് മിസ്സായിട്ട് ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇപ്പോ നിങ്ങൾക്കുണ്ടാകുന്നത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണെങ്കിൽ, ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് നമുക്ക് നോർമലി ഉണ്ടാകുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ്. ഈ 6 to 12 ഡേയ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്ന് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്നും പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഓവുലേഷൻ വൈകി ഉണ്ടായവർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ 6 to 12 ഡേയ്സിനകത്തായിരിക്കില്ല ഇംപ്ലാന്റേഷൻ അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്തും ഇനി അതല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രഗ്നൻസി സക്സസ്ഫുൾ ആയതിനു ശേഷവും ചില സ്ത്രീകളിൽ ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഒരു സ്പോട്ടിംഗ് ഉണ്ടാവാറുണ്ട്. ഈ ഒരു സ്പോട്ടിംഗ് അല്ലെങ്കിൽ ഒരു ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് അവരുടെ ശരീരത്തിലെ ആ പ്രഗ്നൻസി സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഒരു ഡെഫിഷ്യൻസി വരുമ്പോഴാണ്. ഈ ഒരു ഡെഫിഷ്യൻസി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ നിങ്ങൾക്ക് ഉണ്ടാകാം. എന്നാൽ എപ്പോഴും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും നമുക്കിപ്പോൾ മെൻസ്ട്രേഷൻ പോലെ നമുക്ക് ഒരു ബ്ലീഡിംഗ് വന്നതിന് ശേഷവും നമുക്ക് പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഈ ലക്ഷണങ്ങൾ നമുക്ക് വരുന്നത് മെൻസ്ട്രേഷൻ ആ ഒരു ബ്ലീഡിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസങ്ങളിലായിരിക്കണം. അതല്ലാതെ നമ്മൾ കുറെ ദിവസങ്ങൾ അങ്ങോട്ട് കടന്നു പോയിട്ട് അടുത്തൊരു ഓവുലേഷൻ സമയത്ത് നമുക്ക് ഈ ലക്ഷണങ്ങൾ വന്നിട്ട് നിങ്ങൾ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് പ്രഗ്നന്റ് അല്ല എന്ന് തന്നെ കൺക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ചില സ്ത്രീകളിൽ ഈ ലക്ഷണങ്ങൾ ഓവുലേഷൻ നടക്കുന്ന സമയത്തും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് നിങ്ങൾ ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആകാതെ നിങ്ങൾക്ക് ഇത്ര ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ബ്ലീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി തന്നെയും ആ ബ്ലീഡിംഗ് കഴിഞ്ഞതിന് ശേഷവും അതിനടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു സിംറ്റംസ് ഉണ്ടോ എന്ന് നോക്കുക. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി മൈൽഡ് ആയിട്ടുള്ള ഒരു ബ്ലീഡിംഗ് വന്നതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആയി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് കുറച്ചൊന്ന് ഹെവി ആയി പോയിട്ടും പ്രഗ്നന്റ് ആയി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.